ഈ വീഡിയോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ളതാണ്. നിങ്ങൾക്ക് ലേഡീസായിട്ടും ജെൻസായിട്ടും ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ. ലേഡീസ് ഫ്രണ്ട്സാണോ ജെൻസ് ഫ്രണ്ട്സാണോ കൂടുതൽ? ചോദിക്കാൻ കാരണം പൊതുവെ ലേഡീസിന് ലേഡീസ് ഫ്രണ്ട്സും ജെൻസിന് ജെൻസായിട്ടുള്ള ഫ്രണ്ട്സുമായിരിക്കും കൂടുതൽ. പക്ഷേ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ജെൻഡർ ആണോ നോക്കേണ്ടത്? പ്രത്യേകിച്ചും പുതിയ ഈ ഒരു കാലഘട്ടത്തിൽ ജെൻഡർ ബേസ്ഡ് ആണോ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കേണ്ടത്? അല്ല, ക്യാരക്ടർ നോക്കിയാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അത് ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ക്യാരക്ടർ നിങ്ങളുടെ ക്യാരക്ടറുമായി മാച്ചിങ് ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. എല്ലാവർക്കും എല്ലാവരും മാച്ചിങ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് പല ഫ്രണ്ട്ഷിപ്പുകളും പാതി വഴിയിൽ കട്ടാകുന്നത്. ഹൈ ബൈ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടാകും. ഹൈ ബൈ ഫ്രണ്ട്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്യാരക്ടറാണ്, നിങ്ങളുടെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടറും മാച്ച് ആകുമോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ അവർ ലേഡീസ് ആണോ ജെൻസ് ആണോ എന്നുള്ളതല്ല. ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ചിന്തിക്കാൻ പറ്റുന്നവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അത്തരത്തിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ മാത്രം.